എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ആദ്യാനുഭവം എന്നെന്നും ഓർമ്മിക്കത്തക്കതാക്കുവാനും നിങ്ങളുടെ കാമനകൾ യാഥാർത്ഥ്യമാക്കാനും ചില കാര്യങ്ങൾ നിങ്ങൾക്കിതാ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അതിനായി പൂർണ്ണമായും കാണുക. ആദ്യ ലൈംഗിക അനുഭവത്തെക്കുറിച്ച് ഭാവന നെയ്യാത്തവർ കുറവായിരിക്കും. അതേസമയം ആദ്യാനുഭവത്തെക്കുറിച്ചുള്ള കെട്ടുകഥകൾക്കും ഭയപ്പാടിനും ഒട്ടും കുറവില്ലതാനും. ലൈംഗികതയെക്കുറിച്ചുള്ള ജ്ഞാനം, പശ്ചാത്തലം, പങ്കാളിയുടെ അറിവ് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ആദ്യാനുഭവം സുഖകരമായ ഒരു അനുഭൂതിയോ വേദനാപൂർണമായ ഒരു അനുഭവമോ ആയി മാറിയേക്കാം. ചില മതങ്ങൾ ലൈംഗികതയെക്കുറിച്ചുള്ള ചർച്ചകൾ നികൃഷ്ടമായി കാണുന്നതിനാൽ പെൺകുട്ടികൾക്ക് ലൈംഗികതയെക്കുറിച്ച് ആവശ്യമായ അറിവ് ലഭിച്ചുവെന്ന് വരില്ല. ഇവർക്ക് റൊമാൻറ്റിക് നോവലുകളിൽ നിന്നോ സിനിമകളിൽ നിന്നോ പകർന്നു കിട്ടുന്ന അതിഭാവുകത്വം നിറഞ്ഞ അറിവുകൾ മാത്രമാകും കൈമുതൽ. ആദ്യ ലൈംഗിക അനുഭവത്തിനായി മാനസികമായും ശാരീരികമായും വൈകാരികമായും ഒരുങ്ങേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറയുന്നത് വെറും ഒരു ശാരീരിക ആവശ്യം മാത്രമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ തവണയാണെങ്കിലും അല്ലെങ്കിലും പങ്കാളിയിൽ നിന്ന് വൈകാരിക സ്ഥിരതയും വിശ്വാസ്യതയും ധാരാളമായി ലഭിച്ചാൽ മാത്രമേ ലൈംഗികത ആസ്വദിക്കാൻ കഴിയൂ. ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന വേദനയെ അതിജീവിക്കാൻ തക്കവണ്ണം ഒരു സ്ത്രീ പ്രായവും പക്വതയുള്ളവളുമായിരിക്കണം. ഉത്തമ പങ്കാളി അവരുടെ ഭയാശങ്കകൾ ദൂരീകരിക്കാനുള്ള മനഃശക്തി നൽകുകയും ബന്ധപ്പെടൽ ആസ്വദിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യും. ഇണയെ മനസ്സിലാക്കുന്നതും സ്വന്തം കാര്യമെന്നതിലുപരി ഇരുവരുടെയും ആസ്വാദത ലക്ഷ്യമിടുന്നതും ധൃതി കാട്ടാത്തതുമായ ആളാണോ പങ്കാളി എന്നതുമായി ഈ കാര്യം ബന്ധപ്പെട്ടിരിക്കുന്നു. മെഴുകുതിരി വെളിച്ചം, സുഗന്ധലേപനങ്ങൾ, അരണ്ട വെളിച്ചം, സുഖപ്രദമായ കിടക്ക എന്നിങ്ങനെ റൊമാൻറ്റിക് മൂഡ് സൃഷ്ടിക്കുന്നത് പങ്കാളികൾ ഇരുവരുടെയും പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കും. ലൈംഗിക രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചും ഗർഭസാധ്യതയെക്കുറിച്ചുമുള്ള ചിന്ത ആവശ്യമാണ്. ഗർഭനിരോധന ഉറകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നത് വഴി ആശങ്കകളും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും രക്തസ്രാവം ഉണ്ടാകുമെന്നത് വെറുമൊരു സങ്കല്പം മാത്രമാണ്. രക്തസ്രാവം ഉണ്ടാകുന്നത് കന്യാചർമ്മം പൊട്ടുന്നത് മൂലമാണ്. എന്നാൽ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് മുതൽ കന്യാചർമ്മം പൊട്ടി എന്ന് വരാം. ചിലരിൽ ജന്മനാ കന്യാചർമ്മം കാണുകയുമില്ല. തെളിഞ്ഞ ചുവപ്പ് നിറത്തിൽ നേരിയ രക്തസ്രാവമാണ് സാധാരണയായി ഉണ്ടാകുക. എന്നാൽ ഇതുണ്ടായില്ല എങ്കിലും കാര്യമാക്കേണ്ടതില്ല. ആദ്യ വേഴ്ചയ്ക്ക് ശേഷം നിർത്താതെയുള്ള രക്തസ്രാവം ഉണ്ടായാൽ ഉടനെ ഡോക്ടറെ കാണണം. ഇത് യോനിഭിത്തിയിൽ മുറിവുണ്ടായത് മൂലമാണ് സംഭവിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അണുബാധയ്ക്ക് കാരണമാകാറുണ്ട്. അതേസമയം ഇരുണ്ട നിറത്തിലുള്ള രക്തസ്രാവമാണെങ്കിൽ അത് ഗർഭാശയമുഖത്തു നിന്നോ ഗർഭാശയത്തിൽ നിന്നോ ആകാം. അതുകൊണ്ട് ഇതും ഉടനെ പരിശോധിക്കേണ്ടതാണ്. ഓരോ വ്യക്തിക്കും തങ്ങളുടെ ആദ്യാനുഭവം പകരം വെക്കാനാവാത്തതായിരിക്കും. അതിൻ്റെ വിജയവും പരാജയവും ഇരു പങ്കാളികളുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ആദ്യാനുഭവം എന്നെന്നും ഓർമ്മിക്കത്തക്കതാക്കൂ. നിങ്ങളുടെ കാമനകൾ യാഥാർത്ഥ്യമാക്കാൻ ഒന്നും തടസ്സമല്ല.